നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്ത ഒരു മന്ത്രിയും സർക്കാരുമാണ് സംസ്ഥാനത്തുള്ളതെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന്റെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുനിസിപ്പൽ ടൗൺഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ ഇല്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കമാണ് കാരണം. സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ താൽപ്പര്യമില്ല. വിദ്യാർത്ഥികൾ പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2 ലക്ഷം പേരെയാണ് പിൻവാതിലിലൂടെ നിയമിച്ചത്. ഇത് സാധാരണ പാർട്ടി പ്രവർത്തകരെയല്ലെന്നും ഉന്നതന്മാരുടെ ബന്ധുക്കൾക്കാണ് അവസരം നൽകിയതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മനുഷ്യരെ അപമാനിക്കുന്ന പണിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോൾ മുഖം മിനുക്കാനാണ് സർക്കാർ ചെലവിൽ പരസ്യം നൽകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കിഫ്ബി വഴി 150 കോടി രൂപയുടെ പരസ്യമാണ് നൽകിയത്. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട ഒരു സർക്കാരായി ഇത് മാറി. പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന്റെ ഉദാഹരണമാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് ക്യാപ്ഷനെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപ്പാക്കും. അന്തർദേശീയ നിലവാരമുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മയക്കുമരുന്ന് മാഫിയയുടെ വേരറുക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC ജനറൽ സെക്രട്ടറിമാരായ സോണിയാഗിരി, ജോസ് വള്ളൂർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ TV ചാർലി, KK ശോഭനൻ, ആന്റോ പെരുമ്പള്ളി, സതീഷ് വിമലൻ, കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ MP പോളി, ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ സോമൻ ചിറ്റേത്ത്, ഷാറ്റോ കുര്യൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA റിയാസുദ്ദീൻ, വിനീഷ് സുകുമാരൻ, റോക്കി ആളൂക്കാരൻ, PB മനോജ് എന്നിവർ പ്രസംഗിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി. ഞാൻ വ്യക്തിപരമായി ആരെയും വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി എന്താണ് നിങ്ങൾ ആലോചിക്കണം. കേരളത്തിലെ 14 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ലാതായിട്ട് വർഷം 3 കഴിഞ്ഞു. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഫലമായി 14 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ലായിരുന്നു, രജിസ്ട്രാർമാരില്ലായിരുന്നു, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഇല്ലായിരുന്നു. എല്ലായിടത്തും സഖാക്കളെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയുള്ള പെടാപ്പാടായിരുന്നു മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് നടത്തിയത്. ഗവർണർ പലപ്പോഴും അവരോടൊപ്പം ചേർന്നെങ്കിൽ ഗവർണർ പലതിൽ മുടക്കിട്ടത് കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഫലത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പരിപൂർണമായും തകർന്ന് തരിപ്പണമായി. യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകാൻ താല്പര്യമില്ലാതായി. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ കേരളത്തിൽ ആരംഭിക്കാൻ വേണ്ടി നമ്മൾ നടപടി സ്വീകരിച്ചു. അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ചെയർമാൻ, മുൻ അമേരിക്കൻ അംബാസിഡർ TP ശ്രീനിവാസൻ അതിന്റെ ചെയർമാനായി നമ്മൾ നിയോഗിച്ചു. ആ ചെയർമാനെ SFIക്കാര് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ചെവിക്കല്ല് നോക്കി അടിക്കുകയാണ് ചെയ്തത്. എന്തിനാണ്? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ യൂണിവേഴ്സിറ്റികൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അതേ ആളുകളാണ് 10 വർഷം കഴിഞ്ഞപ്പോൾ കേരള നിയമസഭയിൽ നിങ്ങളുടെ ഇവിടുത്തെ MLA മന്ത്രിയായിരിക്കുന്ന അവരാണ് വിദേശ സർവകലാശാലകളല്ല സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാമെന്ന നിയമം അവതരിപ്പിച്ചത്. 10 വർഷം വേണ്ടി വന്നവർക്ക് ബുദ്ധി ഉദിക്കാൻ. ഇന്ന് കേരളത്തിലെ സർവകലാശാലകളെ പരിപൂർണമായി തകർത്തത്
ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഈ ഗവൺമെന്റും ചേർന്നായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ റൂറൽ ജില്ലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വാഹന പരിശോധന കർശനമാക്കി. വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പണം, മദ്യം, മയക്കുമരുന്ന്, മറ്റ് സമ്മാനങ്ങൾ എന്നിവ നിയന്ത്രിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 19 ഫ്ലൈയിംഗ് സ്ക്വാഡുകളും 22 സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളുമാണ് പരിശോധനയ്ക്കായി രംഗത്തുള്ളത്. ഓരോ ടീമിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ, വീഡിയോഗ്രാഫർമാർ എന്നിവരാണ് ഉണ്ടാവുക. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നിന്നും സംഘടിപ്പിച്ച നോമ്പുകാല പദയാത്ര രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പദയാത്ര ജനറൽ കൺവീനർ ഡിജോ പള്ളായിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ലിൻഡോ കാരേക്കാടൻ, ഫാദർ ക്രിസ്റ്റോൺ കൈനാടത്തുപറമ്പിൽ, ഫാദർ ജസ്റ്റിൻ, ട്രസ്റ്റിമാരായ പി ടി ജോർജ്, സാബു ജോർജ്, തോമസ് തൊകലത്ത്, അഡ്വക്കേറ്റ് എം ഷാജൻ എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.